ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന ലാബിന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ വർഷം സിലബസിൽ ഉൾപ്പെടുത്തിയ ഒരു പുതിയ ലാബാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. അതുകൊണ്ട് തന്നെ ഈ ലാബുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും തന്നെ ലഭ്യമല്ല. ഈ ലാബിൽ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് ഒരു സാമ്പിൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുന്നു. ഓൾറെഡി ലാബ് 3യിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ് കണ്ട് ഇതിലെ പ്രോബ്ലംസ് എല്ലാം മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഇവിടെ ജസ്റ്റ് ലാബ് 3യുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തി അതിന്റെ ആൻസേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച് അതിന്റെ ഒരു സാമ്പിൾ മോഡൽ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ടിക്കിട്ടിട്ടുണ്ടായിരിക്കും. അത് മാത്രം ആൻസർ ചെയ്താൽ മതി. സോ ആദ്യം നമുക്ക് ഈ ഫംഗ്ഷൻ ഡ്രോ ചെയ്യണം. മോഡുലസ് ഓഫ് x + 2 - 1. അതിനുവേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇൻപുട്ട് ബാറിൽ അല്ലെ ഈ താഴെ ഇൻപുട്ട് ബാറിൽ അത് ടൈപ്പ് ചെയ്യുക. എന്താണ് കമാൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറിന്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ്. മോഡ് x + 2 കമാൻഡ് ABS ദെൻ ബ്രാക്കറ്റിനകത്ത് x + 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം -1. അപ്പോൾ നിങ്ങൾക്ക് മോഡ് x + 2 - 1 എന്ന ഗ്രാഫ് കാണുവാൻ സാധിക്കും. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള x വാല്യൂസ് അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ x-ന് ഏത് റിയൽ നമ്പർ കൊടുത്താലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏത് x വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ ഫംഗ്ഷന് അല്ലെ. ഏത് x വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഇവിടെയാണെങ്കിലും ഇവിടെ കണ്ടെത്താൻ സാധിക്കും. സോ ഹിയർ ഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ R. x വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്? ഡൊമൈൻ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ y വാല്യൂ. ഈ ഫംഗ്ഷന്റെ y വാല്യൂ എവിടം മുതൽ എവിടം വരെ? ഈ ഗ്രാഫിന്റെ ബേസ് ഇവിടെയാണ്. അതിന്റെ y വാല്യൂ എന്താണ്? -1 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ. സോ റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -1, ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എല്ലായ്പ്പോഴും ഓപ്പൺ ഇന്റർവെലിൽ റെപ്രസെന്റ് ചെയ്യുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഡൊമൈൻ ക്യാപിറ്റൽ R, റേഞ്ച് ലെഫ്റ്റ് ക്ലോസ്ഡ് -1, ഇൻഫിനിറ്റി. അത് റൈറ്റ് ഓപ്പൺ ആണ്. നെക്സ്റ്റ് മോഡുലസ് ഓഫ് x - 1 - 4. മോഡുലസ് ഓഫ് x - 1 - 4 ഇവിടെ തന്നെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. മോഡുലസ് ഓഫ് x - 1 then എന്താണ്? -4 എന്റർ ചെയ്യുക. സോ മോഡുലസ് ഓഫ് x ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാം. അവിടെ 41 ആണ് വന്നത്. ഓക്കെ, ഒന്നു ചെയ്യാം. മോഡുലസ് ഓഫ് ABS ബ്രാക്കറ്റിനകത്ത് x - 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ എന്താണ്? -4. സോ എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് കാണുവാൻ സാധിക്കും. മോഡുലസ് ഓഫ് x - 1 - 4. ഇവിടെയും ഏത് x വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ കണ്ടെത്താൻ സാധിക്കും. സോ ഡൊമൈൻ ക്യാപിറ്റൽ R. റേഞ്ച് എന്താണ്? y വാല്യൂ എവിടം മുതൽ എവിടം വരെ? ഇതിന്റെ ബേസ് -4 മുതൽ ഇൻഫിനിറ്റി വരെ. സോ റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -4, ഇൻഫിനിറ്റി. ഡൊമൈൻ ക്യാപിറ്റൽ R, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -4, ഇൻഫിനിറ്റി. സിമിലർലി ലാസ്റ്റ് വൺ നിങ്ങൾക്ക് ചെയ്യാം. മോഡുലസ് ഓഫ് x - 3 - 2. മോഡുലസ് ഓഫ് x - 3 - 2 ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. x - 3 അല്ലെ, x - 3 then എന്താണ്? -2. ഓക്കെ, then enter കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് x - 3 - 2 ന്റെ ഗ്രാഫ് വന്നു. ഹിയർ അഗൈൻ ഡൊമൈൻ ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ R. റേഞ്ച് എന്താണ്?
ക്ലോസ്ഡ് ഇന്റർവൽ -2, ഇൻഫിനിറ്റി. y വാല്യൂയുടെ ബേസ് ക്ലോസ്ഡ് ഇന്റർവൽ -2, ഇൻഫിനിറ്റി എന്ന് മനസ്സിലാക്കാം. സോ അത് എഴുതി കഴിയുമ്പോൾ 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, അതിന് 2 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. അഗൈൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ക്വസ്റ്റ്യൻ നമ്പർ 1. -7 -6x -x². ഇതിന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യുക, എന്നിട്ട് ഡൊമൈനും റേഞ്ചും എഴുതുക. അപ്പൊ വീണ്ടും നമ്മൾ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്താലും മതി. സോ ഇവിടെ ഞാൻ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാണ്. -7 -6x -x² -x ഷിഫ്റ്റ് ക്യാപ് 2. ഓക്കെ, എന്റർ കൊടുക്കുമ്പോൾ ഗ്രാഫ് കാണാം. സോ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫംഗ്ഷൻ ഒന്ന് കംപ്ലീറ്റ് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. -7 -6x -x². ഇവിടെ എക്സിന് നിങ്ങൾ ഏത് റിയൽ നമ്പർ കൊടുത്താലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, അല്ലെ? എക്സിന് ഏത് നമ്പർ കൊടുത്താലും ഈ ഫംഗ്ഷന്റെ വാല്യൂ വെൽ ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് അഗൈൻ ക്യാപിറ്റൽ R. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് എക്സ് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ കണ്ടെത്താൻ സാധിക്കും. സോ ഡൊമൈൻ ക്യാപിറ്റൽ R. വാട്ട് ഈസ് ഇറ്റ്സ് റേഞ്ച്? ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസ് y വാല്യൂ എവിടെയാണ്? 2 മുതൽ ഇനി താഴോട്ടാണ്. അതായത് ഓപ്പൺ ഇന്റർവൽ -∞, അല്ലെ? ഇനി താഴെ മുതൽ ഇതുവരെ ഓപ്പൺ ഇന്റർവൽ -∞, വിച്ച് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഡൊമൈൻ ക്യാപിറ്റൽ R, റേഞ്ച് ഓപ്പൺ ഇന്റർവൽ -∞, 2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാം. -11 +6x -x². നേരത്തെ പോലെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. എന്തായിരുന്നു? -11 then +6 -11 +6x -x². എന്റർ ചെയ്യുമ്പോൾ ഗ്രാഫ് കാണാം. വീണ്ടും ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ R, റേഞ്ച് എന്താണ്? ഇതിന്റെ ബേസ് -2 മുതൽ താഴോട്ടാണ്. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ -∞, -2 വരെ ആണ് എന്ന് രേഖപ്പെടുത്താം. സോ ഡൊമൈൻ ക്യാപിറ്റൽ R, റേഞ്ച് ഓപ്പൺ ഇന്റർവൽ -∞, -2, അത് ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. സിമിലർലി ലാസ്റ്റ് വൺ വേണമെങ്കിൽ ചെയ്തു നോക്കാം നിങ്ങൾക്ക്. -2 + 4x -x². അതും ചെയ്ത് കാണിക്കാം. അഗൈൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്താണ്? -2 + 4x. ഇവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ എളുപ്പമാണ്. +4x -x². ദെൻ എന്റർ ചെയ്യുമ്പോൾ ഗ്രാഫ് കാണാം. അഗൈൻ ഡൊമൈൻ ക്യാപിറ്റൽ R, ഏത് എക്സ് വാല്യൂസിനും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ ക്യാപിറ്റൽ R, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവൽ -∞, 2, അല്ലെ? 2 വരെ മാത്രമേ ഇമേജസ് ഉള്ളൂ, പോസിറ്റീവ് നമ്പർ 2 വരെ. സോ റേഞ്ച് ഈക്വൽ ടു ഓപ്പൺ ഇന്റർവൽ -∞, 2. ഇവിടെ ക്ലോസ്ഡ് ഇന്റർവൽ ആണ് കേട്ടോ, ക്ലോസ്ഡ് ഇന്റർവൽ 2. അത് കറക്റ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെയും ഏതെങ്കിലും ഒന്ന് മാത്രമേ ടിക്ക് ഇട്ടുള്ളൂ, അത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നെക്സ്റ്റ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. 3 ഫംഗ്ഷൻ ഉണ്ട്, ടിക്ക് ഇട്ടുള്ളത് മാത്രം ആൻസർ ചെയ്യുക. നമുക്ക് ആദ്യത്തത് ആൻസർ ചെയ്യാം. √9 - x². അഗൈൻ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തു. പുതിയൊരു ജിയോജിബ്ര വിൻഡോ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. സോ എന്താണ് ഫംഗ്ഷൻ? √9 - x². എന്താണ് കമാൻഡ്? SQRT ബ്രാക്കറ്റിനകത്ത് 9 - x², x ഷിഫ്റ്റ് ക്യാപ് 2. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് കാണാം. സോ √9 - x², അതിന്റെ ഗ്രാഫ് നമ്മൾ ഡ്രോ ചെയ്തു. നൗ വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമൈൻ? ഈ ഫംഗ്ഷന്റെ എക്സ് വാല്യൂ എവിടെ മുതൽ എവിടം വരെ നോക്കി നോക്ക്. ഗ്രാഫിന്റെ എക്സ് വാല്യൂ -3 മുതൽ ഏത് വരെ? +3 വരെ, അല്ലെ? -3 മുതൽ +3 വരെയുള്ള റിയൽ നമ്പറിന് മാത്രമേ ഇമേജ് ഉള്ളൂ. ഇവിടെ -4 എടുത്താൽ ഇമേജ് ഉണ്ടോ? ഇല്ല. റൈറ്റ് സൈഡിൽ +4 +5 അതിനുണ്ടോ? ഇല്ല. സോ ഡൊമൈൻ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -3,3. കോൺസെപ്റ്റ് പിടികിട്ട് വിശ്വസിക്കുന്നു. ഡൊമൈൻ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -3,3. നൗ വാട്ട് ഈസ് ഇറ്റ്സ് റേഞ്ച്? ഇതിന്റെ y വാല്യൂ എവിടെ മുതൽ എവിടം വരെ? ബേസ് എന്താണ്? 0 മുതൽ 3 വരെ. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 0,3, വിച്ച് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ.
വളരെ സിമ്പിൾ ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവെൽ -3,3, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 0,3. നെക്സ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? √49 - x². അഗൈൻ നമുക്ക് ഇത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. √49 ഒരു 4 കൊടുത്താൽ മതിയല്ലോ. √49 - x². സോ അഗൈൻ ഡൊമൈൻ ഈക്വൽ ടു നോക്കി നോക്ക്, എക്സ് വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ്? -7 മുതൽ +7 വരെ. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ -7,7 which is the domain. റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ ഏതുവരെ ആയിരിക്കും? 7 വരെ ആയിരിക്കും. ഓക്കെ, സോ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവെൽ -7,7, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ 0,7. ഫൈനലി ദ ലാസ്റ്റ് വൺ √36 - x². ഡബിൾ ക്ലിക്ക് ചെയ്ത് അതും എഡിറ്റ് ചെയ്ത് കൊടുക്കാം. √36 - x², 36 - x². എൻ്റർ ചെയ്യുമ്പോൾ ഡൊമൈൻ നിങ്ങൾക്കറിയാം ക്ലോസ്ഡ് ഇന്റർവെൽ -6,6. അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 0,6. സോ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവെൽ -6,6, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ 0,6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഫ്രം ഇറ്റ്സ് ഗ്രാഫ് ഗിവൺ ബിലോ ആൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. 2 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും, അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, എന്നിട്ട് അത് ഡ്രോ ചെയ്യണം. അതാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ് നോക്കിക്കോ. ഈ 0 എക്സ് വാല്യൂ 0യേക്കാളും ചെറുത് വരുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ പോകുന്നു അല്ലേ. ആക്ച്വലി ഇത് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടുന്നത്? ഇങ്ങനെ വന്നിട്ട് ഷേപ്പ് കിട്ടും അല്ലേ. അതെന്താണ് നിങ്ങൾക്കറിയാം. യു ഷേപ്പ് ആണെങ്കിൽ x² എന്നറിയാം. അതിന്റെ റിഫ്ലക്ഷൻ ഷേപ്പ് ആണെങ്കിൽ ഗ്രാഫ് എന്താണ്? -x² എന്ന് മനസ്സിലാക്കാം. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയറിൽ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഡിഫറൻറ്റ് ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട് ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ആ ഐഡിയ ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്കറിയാം യു ഷേപ്പ് ആണെങ്കിൽ x², അടുത്തത് ഈ ഷേപ്പ് ആണെങ്കിൽ -x². ഇവിടെ ഷേപ്പിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. അതായത് x < 0 ആണെങ്കിൽ എന്താണ്? x < 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? -x² എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ അത് ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തും? f of x equal to ഉണ്ടോ -x² when x < 0. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ എന്താണ്? റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ എന്താണ് അല്ലേ? സോ -x² when x < 0. 0യോ അതിനേക്കാൾ ചെറുത് വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? -x². ഇനി x > 0 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? പെട്ടെന്ന് ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എഴുതും. തെറ്റ്. നിങ്ങൾക്കറിയാം, നോക്കിക്കോ, ഇവിടെ വരുന്ന ഇവിടെ സപ്പോസ് 0.5 ആണെങ്കിൽ 0.5ന്റെ ഇമേജ് എന്താണ്? 1. 0.5ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ എന്താണ്? 0.5 ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5ന് മുന്നേ ഉള്ള ഏറ്റവും വലിയ ഇന്റിജർ, അത് 0 ആണ്. പക്ഷെ ഇവിടെ 0 ആണോ കൊടുത്തിരിക്കുന്നത്? അല്ല, 0.5ന്റെ ഇമേജ് 1 എന്നാണ്. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്? സീൽ ഫംഗ്ഷൻ. ലാബ് 0യിൽ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കുക. അതായത് 0.5ന്റെ സീൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5ന് ശേഷം വരുന്ന വലിയ ഇന്റിജർ, തൊട്ടടുത്ത് വരുന്ന ഇന്റിജർ, ദാറ്റ് ഈസ് 1. അതേപോലെ 1.5 ആൻഡ് ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. സോ ഈ തന്നിരിക്കുന്ന സീൽ ഫംഗ്ഷൻ, അപ്പൊ അതെങ്ങനെ നമ്മൾ രേഖപ്പെടുത്തും? നോക്കിക്കോ, ഇവിടെ അറിയില്ലെങ്കിൽ സീൽ എക്സ് x > 0 എന്ന് എഴുതാം. സീൽ എക്സിന്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്, കണ്ടോ? സീൽ ഫംഗ്ഷൻ, സീലിംഗ്. ഇവിടെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ലെഫ്റ്റ് ഇങ്ങനെ ക്ലോസ്ഡ് കൊടുക്കുക. ഇങ്ങനെ ക്ലോസ്ഡ് ചെയ്ത് വരരുത്, മേളിൽ മാത്രം ഇങ്ങനെ ഒരു ഇവിടെ 7, ആ 7 തിരിച്ചിടുന്ന രീതിയിൽ ഇങ്ങനെ എഴുതുക. ഇതാണ് സീൽ ഫംഗ്ഷന്റെ നൊട്ടേഷൻ when x > 0. ഇനി നമുക്ക് ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഈ ഗ്രാഫ് തന്നെയാണെന്ന് ഉറപ്പിക്കണം. അതിനുവേണ്ടി ഇത് ഡ്രോ ചെയ്യണം. അതിനുവേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് ഇൻപുട്ട് ബാറിൽ ഇതിന്റെ കമാൻഡ് കൊടുക്കണം. ഇതെങ്ങനെയാണ് കമാൻഡ് കൊടുക്കേണ്ടത്? ഇതിനൊരു സാമ്പിൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. ഇത് കൊടുക്കേണ്ട കമാൻഡ് ഇങ്ങനെയാണ്: ഇഫ് ബ്രാക്കറ്റിനകത്ത് x <= 0, -x², x > 0. ഫംഗ്ഷൻ എന്താണ്? സീൽ എക്സ്. അപ്പൊ കമാൻഡ് എങ്ങനെയാണ്? ഇഫ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ കണ്ടീഷനാണ് എഴുതേണ്ടത്: x < 0, -x², x > 0, സീൽ എക്സ്. ഇങ്ങനെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ കിട്ടും.
ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യാം. സോ ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് വ്യൂയിലാക്കി. നമ്മുടെ കമാൻഡ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇഫ് അല്ലെ, ഇഫ് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് കൊടുക്കുക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായിരുന്നു, മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ മൈനസ് എക്സ് ഷിഫ്റ്റ് ക്യാപ്പ് 2, ദെൻ കോമ തീർന്നില്ല, എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ എന്തായിരുന്നു, സീൽ എക്സ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ സീൽ എക്സ് കോമ സീൽ എക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. CEIL ദെൻ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം എക്സ് കൊടുക്കാൻ. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുള്ള സെയിം ഫിഗർ കിട്ടും. ശരിയല്ലേ? ഇതാ നോക്കിക്കോ, ഇങ്ങോട്ട് വന്നു. ഇതാ 1, 2, 3, 4 എക്സെട്ര. ശരിയാണോ എന്ന് സംശയം ഉണ്ടോ നോക്കിയൊക്കെ. കറക്റ്റ് ഗ്രാഫ് ഈ ഗ്രാഫിൽ കിട്ടേ. സോ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം. സോ വിച്ച് ഈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. നെക്സ്റ്റ് സെക്കൻഡ് ഗ്രാഫാണ് ടിക്കറ്റിട്ടുള്ളതെങ്കിൽ വി ഹാവ് ടു ഡിഫൈൻ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഈ ഗ്രാഫിന്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. വീണ്ടും സസൂക്ഷ്മം ഗ്രാഫ് നിരീക്ഷിക്കുക. നിങ്ങൾക്കറിയാം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ വീണ്ടും നേരത്തെ അതേ ഷേപ്പാണ്, പക്ഷെ ഒരു യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റാ ഷേപ്പ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം മൈനസ് എക്സ് സ്ക്വയർ, പക്ഷെ ഇവിടെ ഒരു യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അത് കർവ് ചെയ്യുന്നത്. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ റൈറ്റ് സൈഡിൽ എന്താണ് ഫംഗ്ഷൻ നോക്കിക്കോ. ഇവിടെ ഡാർക്കൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. വീണ്ടും സീലാണോ ഫ്ലോർ ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇതെന്താണ്, ഫ്ലോർ ഫംഗ്ഷൻ ആണ് അല്ലെ. ഇവിടെ ഫ്ലോർ അല്ലെ, നോക്കിയാൽ മനസ്സിലാവും. കാരണം 1നും 2നും ഇടയ്ക്കുള്ള ഒരു നമ്പർ എടുക്കുക. 1.5 എടുക്കാം. 1.5ന്റെ ഫ്ലോർ വാല്യൂ എന്താണ്, 1.5ന് മുന്നിലുള്ള ഏറ്റവും വലിയ ഇൻഡിജർ 1 ആണ്. 1.5ന്റെ ഇമേജ് 1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താണ്, ഫ്ലോർ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ എന്താണ്, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫ്ലോർ എക്സ് കോമ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാം. കമാൻഡ് അറിയാം. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കോമ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 കോമ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്താണ് ഫംഗ്ഷൻ, ഫ്ലോർ എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇഫ് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് കൊടുത്തിട്ട് കമാൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കോമ ഫംഗ്ഷൻ എന്താണ്, മൈനസ് എക്സ് സ്ക്വയർ ഷിഫ്റ്റ് ക്യാപ്പ് 2 ദെൻ പ്ലസ് 1 കോമ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 കോമ ഫ്ലോർ എക്സ് അത് ടൈപ്പ് ചെയ്യുക. FLOOR ബ്രാക്കറ്റിനകത്ത് എക്സ് എന്ന് കൊടുക്കുക. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഫിഗറിൽ കണ്ട അതേ ഗ്രാഫ് ഇവിടെ കാണുവാൻ സാധിക്കും അല്ലേ. ഓക്കെ, വേണമെങ്കിൽ ഇത് ഒന്ന് കടും കളറാക്കാം അല്ലേ. ഗ്രാഫിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുമ്പോൾ കളർ എന്ന് വരും. കളർ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് റെഡ് കളർ കൊടുക്കുമ്പോൾ ഗ്രാഫ് കുറച്ചുകൂടെ നമുക്ക് ഡാർക്കൺ കളറിലുള്ളത് കിട്ടും. ഓക്കെ, സോ നോക്കിക്കോണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. നമ്മുടെ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക്. ഉണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെയും ഉണ്ട് കേട്ടോ. അപ്പൊ കറക്റ്റാണ്. നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാം. സോ ഇത്തരത്തിൽ ഒരു ഗ്രാഫ് തന്നിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യനും നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. ഈ ലാബിൽ കുറച്ചെങ്കിലും കുട്ടികൾക്ക് ചിന്തിക്കാനുള്ളത് ഇത് മാത്രമാണ്. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറുമായി ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ പബ്ലിക് എക്സാമിനേഷന് മോഡുലസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടത് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത. സോ +1 സിലബസിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ആ ഗ്രാഫുകൾ ഒന്ന് പരിചയപ്പെട്ടു വന്നാൽ ഈസി ആയിട്ട് ഈ ലാബിലെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും 8 മാർക്ക് ഈസി ആയിട്ട് ഈ ലാബിൽ നിന്ന് സ്കോർ ചെയ്യാം. ഫസ്റ്റ് ഇയർ സിലബസിനെ ബേസ് ചെയ്ത് എക്സാമിനേഷന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലാബാണ് ലാബ് 3. നെക്സ്റ്റ് ഡേ മറ്റൊരു ലാബുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.